എന്തായിരുന്നു അപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് ആദ്യം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? അവൾക്ക് ആദ്യം പനിയായിരുന്നു, പിന്നെ പെട്ടെന്ന് ചുമ വന്നത്. എന്നിട്ട് ഞങ്ങൾ ആ ആശുപത്രിയിൽ തന്നെ വീണ്ടും പോയി കാണിച്ച മരുന്ന് തന്നു. പക്ഷെ അത് കൊടുക്കുന്നതോറും ഇവൾക്ക് കൂടുകയാണ് ചെയ്തത്. അധികം രാത്രി മാത്രമേ ഉള്ളൂ ചുമ. രാത്രി ചുമക്കുമ്പോൾ കുട്ടിക്ക് ശ്വാസം പോകുമായിരുന്നു. ശ്വാസം പോവുകയും ചെയ്യും, ഛർദിക്കുകയും ചെയ്യും. എന്നാൽ സാധാ ഛർദി അല്ലായിരുന്നു, ഒരു പ്രത്യേകതര ഒരു ഇത്. പിന്നെ നമുക്ക് ശ്വാസം കിട്ടാതെയൊക്കെ ആവും. ഞങ്ങള് മണ്ണാർക്കാട് മറ്റേ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എക്സ്റേ എടുക്കണം പറഞ്ഞു. അതൊക്കെ എടുത്തു. അപ്പോൾ കഫക്കെട്ട് കൂടുതലാണ്, അപ്പോൾ അഡ്മിറ്റ് ആക്കണം പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം 2 ദിവസം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും ആ ചുമ വീണ്ടും അതേപോലെ തന്നെ വന്നു. ഇവിടെ എടക്കുറിശ്ശിയിൽ ഇതുപോലെ ഒരു ഹോമിയോ ഉണ്ട്, അവിടെയും കൂടി ഒന്ന് കാണിച്ചു നോക്കി പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. എന്തായാലും ഡോക്ടറിന്റെ ധൈര്യത്തിലാണ് ഞങ്ങൾ പിന്നെയും പിടിച്ചു നിന്നത്. പിന്നെ നോക്കുമ്പോൾ കുട്ടിക്ക് അങ്ങനെ മാറി. പിന്നെ ഡോക്ടർ പറഞ്ഞു അലർജിയുടെ പ്രശ്നമാണ്, അത് മാറിക്കോളും, ഈ മരുന്ന് തന്നെ നിങ്ങൾ തുടർച്ചയായി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറും. പിന്നെ ഡോക്ടർ അന്ന് പറഞ്ഞിരുന്നു ചിലപ്പോൾ ജലദോഷം വന്നാലും ചുമ വരില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇതേപോലെ പിന്നെ ഒരു ദിവസം അവർക്ക് ഇതുപോലെ ജലദോഷം വന്നപ്പോ ചുമ വരുന്നുണ്ടോ നോക്കി. അപ്പൊ നോക്കുമ്പോ അവർക്ക് ചുമയൊന്നും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കൊരു 2-3 മാസം, ആ 2-3 മാസത്തിൽ കൂടുതലായിട്ടുണ്ടാവും. അവള് ഒരു